7 ദിവസത്തെ നമ്മളുടെ നമ്മളെ അന്വേഷിച്ചുള്ള തീർത്ഥയാത്രയുടെ അവസാനത്തെ ദിവസം നമ്മളിലേക്ക് തന്നെയുള്ള ഒരു മടക്കയാത്രയിലാണ് നമ്മൾ. വളരെ സൗകര്യമായ രീതിയിൽ എവിടെയെങ്കിലും ഇരുന്ന് നട്ടെല്ല് വളരെ നിവർത്തി വെച്ച് 3 പ്രാവശ്യം നമുക്ക് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കാം. ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസത്തിൻ്റെ ഗതിയെക്കുറിച്ച് ബോധപൂർവം നിങ്ങൾ ശ്രദ്ധയോടെ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക. ഇന്ന് മനസ്സിനെ നമുക്ക് കൂടുതൽ ശാന്തമാക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് നോക്കാം. ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിലായി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഫാൻ ഇട്ട റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫാനിൻ്റെ ശബ്ദം, ആ ഫാനിൻ്റെ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം, ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ളവരാകും. മറ്റെന്തെങ്കിലും സ്വരങ്ങൾ നിങ്ങളുടെ മുറിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും വേർതിരിച്ചറിയാൻ ശ്രദ്ധിക്കൂ. ഇതൊക്കെ നമ്മളുടെ മനസ്സിന് കൂടുതൽ ശാന്തതയും സമാധാനവും നൽകുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മളുടെ കേൾവിയെ കൂടുതൽ അകലത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്നും സാവധാനം അകലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പക്ഷികൾ കൂവുകയോ കരയുകയോ ഒക്കെ ചെയ്യുന്ന ശബ്ദം കേൾക്കാം, പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ ദൂരെ, വളരെ വളരെ ദൂരെ കാക്കകളോ കുയിലുകളോ അതുപോലെയുള്ള ഏതെങ്കിലും പക്ഷികൾ ഉപ്പൻ ചിലയ്ക്കുന്നത്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓരോന്നിനെയും പ്രത്യേകം വേർതിരിച്ചറിയാൻ ശ്രമിക്കും. ഇത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ശാന്തതയുടെ അളവ് വളരെ കൂടുതലാണ്. കോൺസെൻട്രേഷൻ എന്നത് ഈ ശ്രദ്ധയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സ്വരത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനാണ് അതിന് ശാന്തി നൽകുന്നത്, നമ്മുടെ ചിന്തകളെ അത് അകറ്റി നിർത്തുന്നു. ഇനിയും കൂടുതൽ ദൂരേക്ക് പോകാൻ ശ്രമിക്കൂ. എത്ര ദൂരത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ഏത് പക്ഷിയുടെ സ്വരമാണ് ഏറ്റവും ദൂരെ നിന്ന് കേൾക്കുന്നതെന്ന് വളരെ സാവധാനം തിരിച്ചറിയാൻ ശ്രമിക്കൂ. എല്ലാ സ്വരങ്ങളെയും ഓരോന്നോരോന്നായി ശ്രദ്ധിക്കൂ. കണ്ടു, ഒരു നിശബ്ദത. ഈ നിശബ്ദതയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ കോൺടെംപ്ലേഷൻ. ഇനി ഈ നിശബ്ദതയെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കൂ. നമ്മുടെ കണ്ണുകൾ അടഞ്ഞാണ് ഇരിക്കുന്നത്, അല്ലേ? ആ കണ്ണുകൾ അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അടയ്ക്കൂ. അതിനുശേഷം ആ അടഞ്ഞ കണ്ണിൽ കൂടെ നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മളുടെ കൈ ഏത് പൊസിഷനിലാണ്, കാൽ ഏത് പൊസിഷനിലാണ്, ഓരോന്നോരോന്നായി നിങ്ങൾ നേരിട്ട് കാണാൻ ശ്രമിക്കൂ, കണ്ണുകൾ അടച്ച് തന്നെ. ഇതാണ് ഏറ്റവും വലിയ മെഡിറ്റേഷൻ. ഇതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ശാന്തത, ഒരു സമാധാനം, ഒരു സാന്ത്വനം, ഒരു തഴുകൽ, ഇത് മതി ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളെ പൂർണ്ണമായും എനർജറ്റിക്കായി വളരെ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിങ്ങളെ വൈകുന്നേരം വരെ കൊണ്ടെത്തിക്കുവാൻ. അതുകൊണ്ട് ഈ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കാൻ ശ്രമിക്കൂ. ഇതൊരു മടങ്ങി വരവാണ്. എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് കോൺടെംപ്ലേഷൻ. ഇത് എത്രമാത്രം ദൈർഘ്യമുള്ളതാക്കാൻ പറ്റുന്നു അത്രമാത്രം നമ്മൾ ആഴത്തിൽ കോൺടെംപ്ലേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന പ്രക്രിയയിൽ വളരുന്നു തന്നെയുള്ളൂ. ഈ 7 ദിവസം നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. മറ്റുള്ളവരെയും അത് സഹായിക്കും, എന്നെയും അത് സഹായിക്കും. കൂടുതൽ ആഴത്തിലുള്ള ഈ മെഡിറ്റേഷൻ്റെ അല്ലെങ്കിൽ കോൺടെംപ്ലേഷൻ്റെ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അതെന്നെ സഹായിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.